എല്ലാവർക്കും നമസ്കാരം. ബെൻസ് ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു യോഗട്ട് ചിക്കനാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്കൊന്നത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നാലോ? ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 500 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പുതിനയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി ഇളക്കി മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് 5 പീസ് ഗ്രാമ്പു, 3 പീസ് ഏലക്ക, 1/2 ഇഞ്ച് നീളത്തിൽ കറുവപ്പട്ട, ഒരു ബേ ലീവ്സും ഇട്ട് നന്നായി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള 2 സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളർ മാറി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയത്ത് 1 കപ്പ് പുളിയില്ലാത്ത തൈരെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കണം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരിൽ മൈദ ചേർക്കുന്നത് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ഇത് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായി തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. യോഗട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.